നമസ്കാരം. പ്രത്യേക ന്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ കൊല്ലങ്കോട് പ്രകൃതി ക്ഷേത്രമായിട്ടുള്ള ചിങ്ങഞ്ചിറയിലേക്കാണ് യാത്ര. ഇപ്പോൾ കൊല്ലങ്കോടിന്റെ ഹൃദയഭാഗത്തു കൂടെയുള്ള യാത്രയിലാണ്. എന്തായാലും ഇവിടെ ഒരു കിടിലൻ വ്യൂ ആണ് കേട്ടോ. നമുക്ക് ബൈക്കിൽ പോകുമ്പോൾ മാത്രമാണ് അതിലൊരു വ്യൂസ് കാണാൻ പറ്റുള്ളൂ. രണ്ട് സൈഡിലും നല്ല നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വഴിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചിങ്ങഞ്ചിറ പോകുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഒരു പൊളി വൈബാണ്. പോയി കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോയുടെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി പ്ലേസ് ആണ്. നേരെ ഞങ്ങൾ ചിങ്ങഞ്ചേറിക്കുള്ള വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. പൊതുവെ ഞായറാഴ്ച കൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ പറയണ്ടല്ലോ, കൊല്ലംകോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു രക്ഷയില്ല. ഞായറാഴ്ച നല്ല തിരക്കാണ്. വണ്ടി ഒരു സൈഡ് ഒതുക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ വണ്ടി പോലും വെക്കാൻ നേരെ ഗ്യാപ്പ് കിട്ടാത്തൊരു സ്ഥലമാണ്. നമ്മൾ വണ്ടി വെച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത വണ്ടി അടുത്തടുത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചിങ്ങഞ്ചിറ. ഇവിടെയാണ് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഒരു വൈബ് എന്ന് പറയുന്നത്. രക്ഷയില്ലാത്ത വൈബാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനം എന്ന് പറയുന്നത് അറുത്ത് പൂജയും മറ്റു വഴിപാടുകളൊക്കെയാണ്. അപ്പൊ കറുപ്പ് സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. കുറേ നൂറ്റാണ്ടുകളായിട്ട്, പൗരാണിക കാലം മുതൽ തന്നെ ഇവിടെ ഉണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം കറുപ്പ് സ്വാമി ഇവിടെ ഉണ്ട് എന്നാണ്. അപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. അത് അനുഭവം കൊണ്ടാണ് കേട്ടോ പല ആൾക്കാരും ഇവിടെ എത്തിയിട്ടുള്ളത്. കണ്ടില്ലേ, ചെറിയൊരു ക്ഷേത്രമാണ്. പ്രകൃതിയുടെ ഒരു വരദാനം എന്നൊക്കെ പറയും. ഇവിടെ അത്രയും മനോഹരമാണ് ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ. നല്ല പോസിറ്റീവ് വൈബാണ് ഇവിടെ എത്തുമ്പോൾ തന്നെ. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പൂജ നടക്കുന്നുണ്ട്. ഒരു വലിയൊരു മരം, കുറേ വള്ളികളൊക്കെ ആയിട്ട് പടർന്ന് അതിൽ, അതാണ് അതിൻ്റെ ഒരു ഭംഗി, ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഭംഗി. അതിന് നടുവിലായിട്ടാണ് ഈ ഒരു പ്രതിഷ്ഠയുള്ളത്, കറുപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ കുറേ പേര് വരുന്നുണ്ട്, അവിടെ തൊഴുതുന്നുണ്ട്. അതിനുശേഷം വഴിപാടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ മനസ്സിൽ എന്ത് വിചാരിച്ചാലും നമുക്കൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നമ്മൾ സ്വാമിയോട് പറയാണ്, ഭഗവാനെ അത് സാധിച്ചു തരട്ടെ, സാധിച്ചു തരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ, അത് സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ ആടറുത്തിട്ടും കോഴി അറുത്തും ഒക്കെ പൂജ കഴിക്കുന്ന ഒരു പൂജാ കർമ്മങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന ഇതുണ്ടോ, മണിയും അതുപോലെ തന്നെ വീടുകളൊക്കെ, ഇതൊക്കെ ഓരോ ഭക്തരും കൊണ്ടുവച്ചതാണ്. അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചപ്പോൾ, ആഗ്രഹങ്ങളൊക്കെ നടന്നപ്പോൾ അവര് ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണത്. അപ്പോൾ നിത്യപൂജ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ അറുത്ത് പൂജയാണ് നടക്കുന്നത്. ഇവിടെ എവിടെ പോയാലും നമുക്ക് കാണാൻ കഴിയുന്ന അറുത്ത് പൂജയാണ്. കുടുംബമായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ടും ഒക്കെയാണ് ഇവിടെ ആൾക്കാർ എത്തിയിട്ടുള്ളത്. ഇതുണ്ടോ, ഇവരൊക്കെ ഭക്ഷണം കഴിഞ്ഞ് അവിടെ തിരിച്ചു പോകാനുള്ള ഒരു പരിപാടിയിലാണ്. കുറേ ആൾക്കാർ അപ്പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൂജയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്, പൂജ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് അറുത്ത് പൂജയ്ക്ക് ഇവിടെ കോഴിയുടെയും ആടിൻ്റെയൊക്കെ രക്തം ഇവിടെയാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് അവിടെ പോയി നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ച്, പിന്നെ എല്ലാവരും കൂടെ ഒരു സന്തോഷത്തോടു കൂടിയിട്ട് ഭക്ഷണമൊക്കെ ഒപ്പം ഇരുന്ന് കഴിക്കും. എന്താ, നമ്മുടെ ഗുണ്ടമ്മയ്ക്ക് കുറച്ച് ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വിശക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി ഇവള് മണം വരുന്നു മണം വരുന്നു പറഞ്ഞിട്ട്, അങ്ങനെ ഇവള് പോയിട്ട് ഇവള് തന്നെ ചോദിച്ചാണ് നല്ല മട്ടൻ കറിയും ചോറും. ഇവള് കഴിക്കണപ്പോ എനിക്കും വിശന്നു. ഞാനും പോയിട്ട് കുറച്ച് ചോറ് ചോദിച്ചു, ചേട്ടാ കുറച്ച് ചോറ് തരുന്നു. നമുക്കിപ്പോൾ എന്തിനാ മടി ചോറ് ചോദിക്കണേന്. പക്ഷെ അവര് നല്ല സ്നേഹത്തോടെ ഉണ്ട് ആ ചേട്ടന്മാർ നമുക്ക് തന്നത്. നല്ല മട്ടൻ കറിയും അടിപൊളി ചോറും. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോയത്, എന്നാലും ഒരു രക്ഷയില്ല. അത് ഈ ചേട്ടനൊക്കെ ഭയങ്കര കോമഡിയാണ്. നമ്മളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട്, എന്താ പറയാ, നമ്മളൊപ്പം തന്നെ നിന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കും എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാർ കേട്ടോ. ഇവര് രണ്ട് ആട് ഇവിടെ അടുത്ത് അറുത്തിട്ട് പൂജ കഴിച്ചെന്ന് പറയും, രണ്ടാട്. അപ്പോൾ നല്ല മട്ടൻ കറി, കിടിലും വറുത്തരച്ച മട്ടൻ കറി, ഒരു രക്ഷയില്ല. അപ്പൊ അത് ഞങ്ങൾ എന്തായാലും ഒരു ആഞ്ഞു പിടിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. വിശപ്പൊക്കെ ഉണ്ടായിരുന്നു, ആ വിശപ്പൊക്കെ ഇപ്പൊ തീർന്നു. എന്നാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. അപ്പൊ അവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു, കുറേ നേരം അവരോട് സംസാരിച്ചു. അപ്പൊ ഇവിടുത്തെ ചരിത്രം കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. കുറേ കാലം മുമ്പുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ വന്ന് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും, മനസ്സുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും. വേണമെങ്കിൽ നിങ്ങൾ നോക്കിയോ, പ്രാർത്ഥിച്ചിട്ട് പൊക്കോ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്താ നടക്കുന്ന പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കുറേ പേര് പരിചയപ്പെട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. എന്തായാലും ഒരു കിടിലം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ഓക്കെ ബൈ. അപ്പോൾ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല സ്നേഹമുള്ള ചേട്ടന്മാരാണ്. അപ്പോൾ ചേട്ടന്മാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കണം കേട്ടോ. ഭക്ഷണം നന്നായി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കൂടി ഇരുന്നിട്ടാണ് നമുക്ക് ഭക്ഷണം തന്നത്. നല്ല സ്നേഹമുള്ള ചേട്ടന്മാർ. അപ്പോൾ എല്ലാവർക്കും നല്ലത്.